ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT സീരീസിൽ നമുക്ക് 5ാം ക്ലാസ്സിലെ മലയാളമാണ് പഠിക്കാനുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ 2 യൂണിറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ യൂണിറ്റാണ് നമുക്ക് നോക്കാനുള്ളത്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്. ഈ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിലും പറഞ്ഞിട്ടുള്ള കൃതികളും അതുപോലെ അതിലെ എഴുത്തുകാരും ആരൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പുതിയ പദങ്ങളാണ്. പിന്നെ നമുക്ക് ഓരോ രചയിതാക്കളെ പറ്റിയും അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇടുക്കിയുടെ താജ്മഹൽ എന്നുള്ളൊരു കഥയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കഥ ആണ്. അതായത് 5-6 പേജ് ഉണ്ട്. ഈ ഒരു കഥ എഴുതിയത് സുസ്മേഷ് ചന്ദ്രോത്താണ്. അടുത്ത 2ാമത്തെ ചാപ്റ്റർ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്നുള്ള ചാപ്റ്ററാണ്. ഇത് ഒരു യാത്രാ വിവരണമാണ്. 2-3 പേജ് ഉണ്ട്. ഇതും കെ തായാട്ടിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നുള്ള കൃതിയിലുള്ള കുറച്ച് വരികളാണിത്. അടുത്തതായി വാക്കിൽ തെളിയും ചിത്രങ്ങൾ എന്നുള്ളൊരു ഹെഡിങ്ങിൽ നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ എങ്ങനെയാണ് ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു സഞ്ചാര സാഹിത്യമാണ് അല്ലേ നൈൽ ഡയറി. അതിൽ ഇദ്ദേഹം നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട കാഴ്ചകളെ എങ്ങനെയാണ് ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. തടികൾ അടുക്കു വെച്ചതുപോലെ തടിയൻ മുതലുകൾ, കാറ്റു തിറച്ച തോൽസഞ്ചികൾ പോലെ ഹിപ്പോകൾ. ഇത് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളൊരു വർക്കാണ്. ഇതുപോലുള്ള വാക്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് കുട്ടികൾക്കുള്ളൊരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത 3ാമത്തെ ചാപ്റ്ററാണ് ഉണ്ണിയുടെ വിമാനയാത്ര. ഇത് ഒരു കുട്ടി ആദ്യമായിട്ട് വിമാനത്തിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ബാലാമണിയമ്മൻ്റെ കവിത ആണിത്. ബാലാമണിയമ്മൻ്റെ ബാലഹൃദയം എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ചെറിയൊരു കവിത ആണിത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓരോ യാത്രാ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണ്? പദപരിചയം അല്ലേ. പുതിയ പദങ്ങളൊക്കെ ഒന്ന് നോക്കാം. അഗാധത, ആഴം. അഗാധത എന്ന വാക്കിനർത്ഥം ആഴം. അസഹ്യം, സഹിക്കാൻ കഴിയാത്തത്. ആളുക, ജ്വലിക്കുക. ആളുക, ജ്വലിക്കുക. ഇരമ്പം, മുഴക്കമാണ്. ഇരമ്പം, മുഴക്കം. ഉദ്വേഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നതിനാണ് ഉദ്വേഗജനകം എന്ന് പറയുന്നത്. ഉദ്വേഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഉറ്റുനോക്കുക, സൂക്ഷിച്ചു നോക്കുക. ഉറ്റുനോക്കുക, സൂക്ഷിച്ചു നോക്കുക. കണ്ണട്ട്, കണ്ണുറപ്പിച്ച്. കണ്ണട്ട്, കണ്ണുറപ്പിച്ച്. കളഗാനം, മധുരമായ പാട്ടാണ് കളഗാനം. കളഗാനം, മധുരമായ പാട്ട്. കവല, 3-4 റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്ത്? കവല. കൂര, കുടിൽ അല്ലെങ്കിൽ ചെറിയ പുരയാണ് കൂര. കൂര എന്താണ്? കുടിൽ അല്ലെങ്കിൽ ചെറിയ പുര. കൊല്ലി, മലയിടുക്കാണ് കൊല്ലി. കൊല്ലി, മലയിടുക്ക്. ചിന്നിയ, ചിതറിയ. ചിന്നിയ, ചിതറിയ. ചെങ്കുത്തായ, കുത്തനെയുള്ളതാണ് ചെങ്കുത്തായ, കുത്തനെയുള്ള. തൂവെള്ള, നല്ല വെള്ളയാണ് തൂവെള്ള. തൊണ്ണ് എന്ന് പറഞ്ഞാൽ മോണ. തൊണ്ണ്, മോണ. ദൃശ്യം, കാഴ്ച. ദൃശ്യം, കാഴ്ച. നാൽവർ. നാൽവർ 4 പേരാണ് നാൽവർ. നിത്യവേല, ദിവസവും ചെയ്യുന്ന ജോലിയാണ് നിത്യവേല. നിരത്ത്, വഴി അല്ലെങ്കിൽ റോഡിനാണ് നിരത്ത്. നിശേഷം, ബാക്കി വെക്കാതെ. നിശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി വെക്കാതെ. നൂലിട, നൂൽ കടക്കാനുള്ള വളരെ ചെറിയ വിടവാണ് നൂലിട. നേരംപോക്ക്, തമാശ. നേരംപോക്ക്, തമാശ. പടലം എന്നാണ് കൂട്ടമാണ്. പടലം, കൂട്ടം. പ്രതീതി, തോന്നലാണ് പ്രതീതി. മന്ത്രം എന്ന് പറഞ്ഞാൽ പതിഞ്ഞത്. മന്ത്രം, പതിഞ്ഞത്. മന്നിടം എന്ന് പറഞ്ഞാൽ ഭൂമി. മന്നിടം ഭൂമിയാണ് കേട്ടോ. മന്നിടം, ഭൂമി. വാരൊളി, നല്ല ശോഭ. വാരൊളി, നല്ല ശോഭയാണ് വാരൊളി. വിദൂര വീക്ഷണം, അകലേക്കുള്ള നോട്ടമാണ് വിദൂര വീക്ഷണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പടലം. എന്താണ്? പടലം കൂട്ടമാണ്. അതുപോലെ മന്നിടം ഭൂമിയാണ്. മന്നിടം, ഭൂമി. പിന്നെന്താണ്? നിരത്ത്, വഴി, റോഡ്. വിദൂര വീക്ഷണം, അകലേക്കുള്ള നോട്ടം. വാരൊളി എന്ന് പറഞ്ഞാൽ നല്ല ശോഭയാണ് വാരൊളി. അടുത്തത് എന്താണ്? വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്മയം, അത്ഭുതം. വിസ്മയം, അത്ഭുതമാണ്. ഇനി വെക്കം എന്ന് പറഞ്ഞാൽ വേഗം. വെക്കം, വേഗം. ഇമ്പോർട്ടൻ്റ് ആണ്. വെക്കം, വേഗം.
വേനൽപ്പൂട്ട്, വേനൽപ്പൂട്ട് വേനലവധിയാണ്. വേനൽപ്പൂട്ട് വേനലവധി. ശൈത്യം തണുപ്പ്. സർപ്പശിരസ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ തല. ഹരിതാപം എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ ഭംഗിയുള്ളതാണ് ഹരിതാപം. ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗമാണ്. വെക്കം വേഗം. വാരൊളി നല്ല ശോഭ. ഇനി എന്താ? ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ രചയിതാക്കളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും അതുപോലെ അവരുടെ മറ്റു കൃതികളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് സുസ്മേഷ് ചന്ദ്രോത്തിനെ കുറിച്ചാണ്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ ആദ്യത്തെ യുവ പുരസ്കാരം ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര മേഖലയിലും ഇദ്ദേഹം സജീവമാണ്. ചിത്രകാരിയായ ടി.കെ. പത്മിനിയുടെ ജീവിത കഥയെ ആസ്പദമാക്കി 2018 ഇദ്ദേഹം ഒരു പത്മിനി എന്നൊരു ഫീച്ചർ ഫിലിമിന് തിരക്കഥ എഴുതി സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഒന്ന് നോക്കാം. ഇദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളാണ് വെയിൽ ചായുമ്പോൾ നദിയോരം, വെയിൽ ചായുമ്പോൾ നദിയോരം, ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം, ഗാന്ധി മാർഗം, കോക്ടെയിൽ സിറ്റി, മാമ്പഴ മഞ്ച, സ്വർണമഹൽ, മരണവിദ്യാലയം, സങ്കടമോചനം, ബാർകോഡ്, നീർനായ, എൻ്റെ മകൾ ഒളിച്ചോടും മുമ്പ്, വിഭാവരി, നിത്യസമീൽ, മാലിന്യവിധമായ ജീവിതം, കട്ടക്കയം പ്രേമകഥ, ഹരിതമോഹനവും മാട്ടുകടകളും, കാഥ സുസ്മേഷ് ചന്ദ്രോത്ത്, കഥാനവകം സുസ്മേഷ് ചന്ദ്രോത്ത്, അപസർപ്പക പരബ്രഹ്മമൂർത്തി. ഇത്രയാണ് ഇദ്ദേഹം എഴുതിയ കഥകൾ. ഇനി നമുക്ക് ഇദ്ദേഹം എഴുതിയ ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമുതക്കുട്ടിയുടെ ചിത്രപ്രദർശനം, അമുതക്കുട്ടിയുടെ ചിത്രപ്രദർശനം ഇദ്ദേഹം എഴുതിയൊരു ബാലസാഹിത്യമാണ്. ഇനി കൂവു ഗ്രാമത്തിലെ കുഴപ്പക്കാരൻ, കൂവു ഗ്രാമത്തിലെ കുഴപ്പക്കാരൻ, അമുതക്കുട്ടിയുടെ ചിത്രപ്രദർശനം, കൂവു ഗ്രാമത്തിലെ കുഴപ്പക്കാരൻ. അടുത്തതായി ഇദ്ദേഹം എഴുതിയ നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആത്മഛായ, ആത്മഛായ, ദേശത്തിൻ്റെ രതിഹാസം, മറൈൻ കാൻറ്റീൻ, നായകനും നായികയും, മാംസത്തിൻ്റെ രാഗം സാരീരം, യന്ത്രലോചനം. ഏതൊക്കെയാണ്? ആത്മഛായ, ദേശത്തിൻ്റെ രതിഹാസം, മെറൈൻ കാൻറ്റീൻ, നായകനും നായികയും, മാംസത്തിൻ്റെ രാഗം സാരീരം, യന്ത്രലോചനം. നമുക്ക് ഈ കൃതികളെല്ലാം തന്നെ ബൈഹാർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ഓരോ കോഡുകൾ ഉണ്ടാക്കി പഠിക്കാം. നമുക്ക് ഇത് എഴുതിയ തിരക്കഥകളൊക്കെ നോക്കാം. പക്കൽ, പക്കൽ ഫീച്ചർ ഫിലിമാണ്. ഇനി ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം, ഒരു ഹ്രസ്വ ചിത്രമാണ് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം. ഇനി ആതിര ടെൻസി ഷോർട്ട് ഫിലിമാണ്. മരിച്ചവരുടെ കടൽ ഹ്രസ്വ ചിത്രമാണ്. പത്മിനി ഫീച്ചർ ഫിലിം. ഇനി ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2008 ഇടശ്ശേരി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണവിദ്യാലയം എന്നുള്ള കൃതിക്കാണ് 2008 ഇടശ്ശേരി അവാർഡ്. 2011 സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതേ കൃതിക്ക് തന്നെയാണ്, മരണവിദ്യാലയം എന്നുള്ള ഇതേ കൃതിക്ക് തന്നെയാണ്. ഇനി 2011 മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചത് ആതിര ടെൻസി എന്നുള്ള കൃതിക്കാണ്. 2011 മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ആതിര ടെൻസി. ഇനി 2012 ചെറുകാട് അവാർഡാണ്. എന്താണ്? ബാർകോഡ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതിക്കാണ്. ഇത്രയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ. അടുത്തത് കെ തായാട്ടാണ്. കെ തായാട്ട്, തായാട്ട് കുഞ്ഞനന്ദൻ, കെ തായാട്ട് എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് കെ തായാട്ട്, തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. മലയാള ഭാഷയിലെ ബാലസാഹിത്യത്തിൻ്റെയും നാടകങ്ങളുടെയും എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. 42 പുസ്തകങ്ങളും അതുപോലെ 100-ലധികം റേഡിയോ നാടകങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ് കേട്ടോ ഇദ്ദേഹം. സാഹിത്യരംഗത്ത് വിവിധ അവാർഡുകളും അധ്യാപന മികവിനുള്ള കേന്ദ്ര സംസ്ഥാന അവാർഡുകളും നിരവധി ഇദ്ദേഹം നേടിയിട്ടുണ്ട്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യം ഏതൊക്കെയാണെന്ന് നോക്കാം. മേള, നൈവേദ്യം, പാൽപതയ്ക്കൽ, നാടുകാണിച്ചുരം, മഴ മഴ തേന്മഴ, വിഡ്ഢിയുടെ സ്വർഗം, യക്ഷിയും കഥകളും, സ്നേഹമാണു ശക്തി, ഒരു കഥ പറയൂ ടീച്ചർ, മുത്തശ്ശി പറയാത്ത കഥ, നാറാണത്തു ഭ്രാന്തനും വാത്മീകിയും, തേനാലിയിലെ കൊച്ചുരാമൻ. ഇത്രയാണ് ബാലസാഹിത്യ കൃതികൾ ഇദ്ദേഹത്തിൻ്റെ. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന പുസ്തകം ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്.
അതുപോലെ മാർക്ക് ട്വെയിൻ എഴുതിയ ഹക്കിൾ ബെറീഫിൻ എന്ന ലേഖനവും ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ വെളിച്ചത്തിലേക്ക്, ഒരു കുട്ടിയുടെ ആത്മകഥ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളാണ്. അടുത്തത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ നോക്കാം. കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നാടുകാണി ചുരം എന്നുള്ള കൃതിക്കാണ്. ചെറുകാട് സ്മാരക അവാർഡ് കിട്ടിയിട്ടുണ്ട് കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നുള്ള കൃതിക്കാണ്. ഇനി ബോംബെ നാടകവേദി അവാർഡ് 1989 ബഹദൂർ ഷാ എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്, ബോംബെ നാടകവേദി അവാർഡ്. ഇനി അബുദാബി ശക്തി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഭഗത് സിംഗ് എന്ന കൃതിക്കാണ്. ഇനി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നോക്കാം. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മലയാള സാഹിത്യകാരനും സഞ്ചാരിയും രാഷ്ട്രീയക്കാരനും ഒക്കെയായിരുന്നു ഇദ്ദേഹം. യാത്രാവിവരണങ്ങൾക്ക് പേര് കേട്ട ഇദ്ദേഹം 10 നോവലുകളും 24 ചെറുകഥാ സമാഹാരങ്ങളും 3 കവിതാ സമാഹാരങ്ങളും ഒക്കെ രചിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 18 യാത്രാവിവരണങ്ങൾ ഉണ്ട്. അതുപോലെ 4 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്, ഒരു ഉപന്യാസ സമാഹാരമുണ്ട്. അതുപോലെ വ്യക്തിപരമായ ഓർമ്മകളെ അടിസ്ഥാനമാക്കിയുള്ള 2 പുസ്തകങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മൊത്തം 60 പുസ്തകങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇദ്ദേഹത്തിൻ്റെ നോവലുകളാണ് വല്ലികാദേവി, 1937 എഴുതിയ കൃതിയാണ് വല്ലികാദേവി. 41 നാടൻ പ്രേമം. ഇനി 1945 എഴുതിയൊരു നോവലാണ് പ്രേമശിക്ഷ. ഇനി 1948 മൂടുപടം. അതുപോലെ 48 തന്നെ എഴുതിയ മറ്റൊരു കൃതിയാണ് വിഷകന്യക. 1959 എഴുതിയ കൃതിയാണ് കറാമ്പു. 1960 ഒരു തെരുവിൻ്റെ കഥ. 1971 ഒരു ദേശത്തിൻ്റെ കഥ. അതുപോലെ 1974 കുരുമുളക്. 1979 എഴുതിയൊരു നോവലാണ് കബീന. ഇനി ഇദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ നോക്കാം. 1947 ഇദ്ദേഹം എഴുതിയത് കാശ്മീർ എന്നൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. അതുപോലെ 1949 യാത്രാ സ്മരണകൾ. 1951 കാപ്പിരികളുടെ നാട്ടിൽ. 1951 എഴുതിയ യാത്രാവിവരണമാണ് കാപ്പിരികളുടെ നാട്ടിൽ. 1954 സിംഹഭൂമി. 1954 തന്നെയാണ് നൈൽ ഡയറി എഴുതിയിട്ടുള്ളത്. അതുപോലെ 54 എഴുതിയതാണ് മലയനാടുകളിൽ. അപ്പോൾ 3 1984 എഴുതിയിട്ടുണ്ട്, സിംഹഭൂമി, നൈൽ ഡയറി, മലയനാടുകളിൽ. 1955 3 യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ യൂറോപ്പ്, അതുപോലെ ഇന്തോനേഷ്യൻ ഡയറി, സോവിയറ്റ് ഡയറി. ഇന്നത്തെ യൂറോപ്പ്, ഇന്തോനേഷ്യൻ ഡയറി, സോവിയറ്റ് ഡയറി. ഇവ 3 1955 എഴുതിയതാണ്. ഇനി 1956 പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. പിന്നെ 1958 ബാലിദ്വീപ് എഴുതിയിട്ടുണ്ട്. 1960 എന്താണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. 1967 ഹിമാലയ സാമ്രാജ്യത്തിൽ. ഇനി 1969 എഴുതിയ വിവരണമാണ് നേപ്പാൾ യാത്ര. 1960 ലണ്ടൻ നോട്ട്ബുക്ക്. 1974 കൈറോ കത്തുകൾ. അതുപോലെ 1977 ക്ലിയോപാട്രയുടെ നാട്ടിൽ. അതുപോലെ 1976 എഴുതിയാണ് ആഫ്രിക്ക. 1977 തന്നെ എഴുതിയാണ് യൂറോപ്പ്. 1977 തന്നെയാണ് ഏഷ്യ. അപ്പോൾ 1977 3 കൃതികൾ എഴുതിയിട്ടുണ്ട്. ക്ലിയോപാട്രയുടെ നാട്ടിൽ, അതുപോലെ യൂറോപ്പ്, അതുപോലെ ഏഷ്യ. ഇനി നമുക്ക് എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും ബഹുമതികളും ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കിയുള്ള ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിന് ഇദ്ദേഹത്തിന് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ കൃതിക്ക് തന്നെ 1980 ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി 1982 കാലിക്കറ്റ് സർവകലാശാല ഇദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ 1982 എന്താണ് കാലിക്കറ്റ് സർവകലാശാല ഇദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആദരിച്ചു. വർഷങ്ങൾക്ക് ശേഷം 2003 ഇന്ത്യ പോസ്റ്റ് അദ്ദേഹത്തിന് ഒരു സ്മരണിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ 2003 ഇന്ത്യ പോസ്റ്റ് അദ്ദേഹത്തിന് ഒരു സ്മരണിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. മലയാള സാഹിത്യത്തിൽ പ്രശസ്തി ആർജിച്ച കവികളിൽ ഒരാളായിരുന്നു നമ്മുടെ നാലപ്പാട്ട് ബാലാമണി അമ്മ. മലബാറിലെ പൊന്നാനി താലൂക്കിൽ 1980 ഇവർ ജനിച്ചത്. 2004 മരിക്കുകയും ചെയ്തു. പ്രശസ്തയായ എഴുത്തുകാരി കമലാ സുരയ്യയുടെ അമ്മയായിരുന്നു.
പത്മഭൂഷൺ, സരസ്വതി സമ്മാൻ, സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾക്കും ബഹുമതികൾക്കും ഇവർ അർഹയായിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഒന്ന് നോക്കാം. ഇവർ പ്രധാനമായിട്ടും കവിതാ സമാഹാരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അവർ പാടുന്നു 1952 ഇവർ എഴുതിയൊരു കവിതാ സമാഹാരമാണ് അവർ പാടുന്നു. 1954 പ്രണാമം, 1955 ലോകാന്തരങ്ങളിൽ, 1958 സോപാനം, 1962 മുത്തശ്ശി, 1966 മയുവിൻ്റെ കഥ, അതുപോലെ 1967 അമ്പലത്തിലേക്ക് എന്നുള്ള കവിത ആണ്. അതുപോലെ 1968 നഗരത്തിൽ, 1971 വെയിലാറുമ്പോൾ, അതുപോലെ പിന്നെ കുളക്കടവിൽ, മഹാവീരൻ. ഇനി അതുപോലെ തന്നെ 1936 എഴുതിയാണ് കുടുംബിനി. 1938 ധർമ്മമാർഗത്തിൽ നിന്നുള്ളൊരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. 1939 സ്ത്രീ ഹൃദയം, 1942 പ്രഭാങ്കുരം എന്നുള്ളൊരു കവിത എഴുതിയിട്ടുണ്ട്. 1978 അമൃതംഗമയ, 1979 സഹപാഠികൾ, 1982 സന്ധ്യ, 1987 നിവേദ്യം, 1988 മാതൃഹൃദയം. മലയാളത്തിൽ എൻ്റെ മകളോട് എന്നുള്ള ഒരു കവിത കൂടി ഇവർ എഴുതിയിട്ടുണ്ട്. പുരസ്കാരങ്ങളൊക്കെ നോക്കാം. സാഹിത്യ നിപുണ ബഹുമതി കിട്ടിയിട്ടുണ്ട് 1963. ഇനി 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മുത്തശ്ശി എന്ന കവിതയ്ക്ക്. അതുപോലെ 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ മുത്തശ്ശി എന്നുള്ള കൃതിക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഇനി കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് 1979 കിട്ടിയിട്ടുണ്ട്. ഇനി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ് 1981 അമൃതംഗമയ എന്നുള്ള ഒരു കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 1987 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1988 മുലൂർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നിവേദ്യം എന്നുള്ള കവിതക്കാണ്. പിന്നെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് 1990 ലഭിച്ചിട്ടുണ്ട്. ഇനി 1991 ആശാൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വർഷങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കണേ. കവിതകളുടെ പേരൊക്കെ ഒന്ന് കോഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കണം കേട്ടോ, അല്ലാതെ നമുക്ക് എന്തായാലും മൈൻഡിൽ നിൽക്കൂല. ഇനി 1993 ലളിതാംബിക അന്തർജന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1993 വള്ളത്തോൾ പുരസ്കാരം, 1994 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 1995 എഴുത്തച്ഛൻ പുരസ്കാരം, അതുപോലെ മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് 1995 തന്നെ സരസ്വതി സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഇനി 1997 NV കൃഷ്ണ വാര്യർ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.